ഒരു 5 മിനിറ്റ് ഇവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണേ. നിങ്ങൾ ഓൺലൈനാണോ ബഷീർ നിറ്റോ ശ്രീജിത്ത്? നിങ്ങൾ മൂന്നുപേരും ഓൺലൈനാണെന്ന്? ഓൺലൈനിൽ ഇഫ് കണ്ടീഷൻ വരെ പറഞ്ഞല്ലേ? അവർക്ക്
പിന്നെ പോയോ? നീ പിന്നെ ശരിയാൻ കൊടുത്തോടാ. രണ്ടാഴ്ച എത്ര രൂപ? വാറന്റി എക്സ്റ്റെൻഡ് ചെയ്താലോ? ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? നീ എക്സ്റ്റെൻഡ് ചെയ്തോ? അത് എത്ര രൂപ? അല്ല, വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ എത്ര രൂപ? 9 രൂപ. ഓ, അതിന് ചെയ്തു തരുമല്ലേ? 2 മാസത്തേക്ക് 9 രൂപ അല്ലേ? 2 അപ്പൊ അത് മതി. എവിടെ ചെയ്യിക്കുന്നത്? എവിടുന്നാ? HP ആണോ അത്? ആ, അതെ. നീ ചെക്ക് ചെയ്യണം. അവന്മാരിച്ചിട്ട് ഉടായിപ്പാ. കടം തരല്ലേ? HP അല്ലേ? എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ എടുത്തിട്ട് ഫാനിന് ഒരു കംപ്ലൈന്റ് വന്നു. അപ്പൊ ഇതുപോലെ മാറാൻ കൊടുത്തിട്ട് അത് പറഞ്ഞു ശരിയായെന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോൾ പിന്നെ അത് അവിടെ വെച്ച് കുഴപ്പമില്ല. വീട്ടിൽ കൊണ്ടുവന്ന് പോയത് പിന്നെ അത് പ്രോബ്ലം. പിന്നെ കൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞു എക്സ്ട്രാ പൈസ കൊടുക്കണം പറഞ്ഞു. പിന്നെ അങ്ങനെ പറഞ്ഞ് സംസാരിച്ചൊക്കെ ചെയ്യിപ്പിച്ച് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്നാൽ മതി. കുറച്ചവിടെ വെച്ചൊന്ന് നോക്കിട്ടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇത് ചെയ്തായിരുന്നോ? കിട്ടിയോ? ഔട്ട്പുട്ട് കിട്ടിയോ? 3 കിട്ടിയോ? ഓക്കെ, ടാസ്ക് ആയിരുന്നു ലാസ്റ്റ് ടാസ്ക്. ചെക്ക് ഇഫ് എ നമ്പർ ഈസ് പോസിറ്റീവ്, നമ്പർ ഈസ് ഈവൻ. എങ്ങനെ ചെയ്തേ? ഓക്കെ, ഓൾ നമ്പർ കിട്ടിയായിരുന്നു. അത് ഞാൻ ചെയ്ത് കാണിക്കണോ? നമ്മൾ എന്താ പറയുന്നത്? കഴിയണോ? എല്ലാവരും ചെയ്തോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ ചെയ്യാം. ഓൾറെഡി ഉള്ളവരോ? കിട്ടിയായിരുന്നു. ഇത് കാണിക്കണം. ഓക്കെ, ചെയ്ത് കാണിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടാസ്ക് നമ്പർ എത്രയായിരുന്നു? 02 ആണോ? ടാസ്ക് 04? ടാസ്ക് ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ചെക്ക് ഇഫ് എ നമ്പർ ഈസ് പോസിറ്റീവ് അല്ലേ? അപ്പൊ നമുക്കൊരു നമ്പർ എഴുതാം. നം ഈക്വൽ ടു 10. ഈ നം എന്ന് പറഞ്ഞ വേരിയബിൾ കിടക്കുന്ന നമ്പർ പോസിറ്റീവ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നമ്പർ പോസിറ്റീവ് ആവണമെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? 0 വലുതായിരിക്കും. 0 ആയിരിക്കും അല്ലേ? അപ്പൊ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇഫ് കണ്ടീഷൻ നമ്മൾ ലിസ്റ്റ് പഠിച്ചതല്ലേ? ഓക്കെ, ഇഫ് എന്താ നം ഗ്രേറ്റർ ദാൻ 0 എന്ത് ചെയ്യുക? കൺസോൾ ഡോട്ട് ലോഗ് പോസിറ്റീവ്. എൽസ് എന്ത് കൊടുക്കാം? നെഗറ്റീവ് അല്ലേ? ഇത് റൺ ചെയ്യാം. നോഡ് ഫയൽ നെയിം അല്ലേ? പോസിറ്റീവ്. നമുക്ക് ഇത് ഒരു നെഗറ്റീവ് നമ്പർ ഇടാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഞാൻ വേണ്ട ഒരു -10. അത്ര ഉള്ളൂ. ഇറങ്ങിയോ? മറ്റേ സാധനം ബുക്ക് ചെയ്യാൻ മതി. അല്ലെങ്കിൽ നെഗറ്റീവ് കണ്ടോ?
ചെയ്തല്ലേ ഇത്? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തെന്താ? വിഷയം മനസ്സിലായോ? 2, 3 ഓക്കെ, 2, 3 ചെയ്യാം. അടുത്തെന്താ? ചെക്ക് ഇഫ് എ നമ്പർ ഇസ് ഈവൻ അല്ലേ? ഒരു നമ്പർ ഈവൻ നമ്പർ ആണോ ചെക്ക് ചെയ്യണം അല്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ കൊടുക്കാം. നമ്പർ ഒരു 7 ഈവൻ ആണെങ്കിൽ നമ്പർ ഈസ് ഈവൻ വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്പർ ഈസ് ഓഡ് എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിനായിട്ട് പിന്നെയും ഇഫന്റ് ചെയ്യും. ഒരു നമ്പർ ഈവൻ ആണോ എന്ന് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഒരു നമ്പർ ഈവൻ ആണെങ്കിൽ നമ്മൾ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? റിമൈൻഡർ 0 കിട്ടും. ഒക്കെയാണല്ലോ. അതായത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡിവിസിബിൾ ആയിരിക്കും. ഒരു നമ്പറിനെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി റിമൈൻഡർ 0 ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞാല് ഒരു നമ്പറിനെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ ആ നമ്പർ എന്താ? ഈവൻ നമ്പർ ആണ്. ഓക്കെ, അപ്പം ആ പരിപാടിയാണ് നമ്മൾ, ആ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു നമ്പറിന്റെ റിമൈൻഡർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മോഡുലസ് യൂസ് ചെയ്യാം ഇല്ല? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? നം മോഡ് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. നമ്മൾ കൊടുത്ത നമ്പർ ഏതാണോ അതിനെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. അതിന്റെ റിമൈൻഡർ 0 ആണോ ചെക്ക് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നം മോഡ് 2 ചെയ്യുമ്പോൾ നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും, അതായത് വാല്യൂ 0 ആയിരിക്കും ഇല്ലേ? അല്ലെങ്കിൽ എന്തായിരിക്കും? ഓഡ് ആണെങ്കിലോ 1 ആയിരിക്കും. 1 ആയിരിക്കും, എപ്പോഴും 1 ആയിരിക്കും അത് വരിക. എവിടെയാ? ടീച്ച്മില്ലോ? ടീച്ച്മില്ലാണോ? എന്താ കാണിക്കുന്നത്? നീ നമ്പറൊക്കെ കൊടുത്തോ? ക്രോം ആണോ? ഓക്കെ, നോക്കിക്കോ. ഇനിയെന്താ? നമ്മള് നം മോഡ് 2 ചെയ്തു. അപ്പൊ നം മോഡ് 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 2 വെച്ച് ഏ നമ്പറിനാണോ നമ്മൾ ആ മോഡ് ചെയ്തേക്കുന്നത് അതിനെ എന്ത് ചെയ്യും? 2 വെച്ച് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് റിമൈൻഡർ എന്താണോ കിട്ടുന്നത് അതായിരിക്കും കിട്ടുക ഇല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? അത് 0യോട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നം മോഡ് 2 ഈക്വൽ ടു 0 അല്ലേ? അപ്പം നമ്മൾ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0യോട് ഈക്വൽ ആണെങ്കിൽ അത് ഈവൻ നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ഈവൻ അല്ലേ? എൽസ് നമുക്ക് എന്ത് ചെയ്യാം? കൺസോൾ ഡോട്ട് ലോഗ് ഓടണം. റൺ ചെയ്യുമ്പോൾ ഓട്. നമുക്ക് നമ്പർ ഈവൻ നമ്പർ ആക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ ആണല്ലോ? വിഷയം മനസ്സിലായത്? ഓക്കെ, ഇനി അടുത്തെന്താ? അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഒരു നമ്പർ 3 വെച്ച് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഡിവിസിബിൾ ആണോ നോക്കണം. അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് റിമൈൻഡർ 0 ആയിരിക്കും അവിടെ ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സെയിം എന്ത് ചെയ്താൽ മതി? 3 വെച്ച് ഡിവൈഡ് നോക്കിയാൽ മതി. യെസ്, നോ, ഇത് റൺ ചെയ്യാം. നോ, കാര്യം എന്താ? നമുക്ക് 8നെ 3 വെച്ച് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം?
അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ ഇത്? ഓക്കെ, അടുത്ത നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം ഇതിനകത്ത്. ഓക്കെ, അടുത്താണ് എന്ത്? നമ്മൾ ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് പഠിച്ചു? അരിത്തമാറ്റിക് ഓപ്പറേഷൻ. പിന്നെന്താ പഠിച്ചു? കമ്പാരിസൺ അല്ലേ? അടുത്തെന്താ? ലോജിക്കൽ. ഓക്കെ, അപ്പൊ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്പർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിന്റെ മുകളിൽ നമുക്ക് നടത്താൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ് ഇതൊക്കെ. അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ നടത്താം, അത് നമ്മൾ നോക്കി അല്ലേ? പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കമ്പാരിസൺ ഓപ്പറേഷൻസ് നോക്കി. അടുത്താണ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഒക്കെ ആണല്ലോ. അപ്പൊ എന്താ നോക്കാം, ഒന്ന് വായിച്ചു നോക്കിയേ. നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലേ ആൻഡ്, ഓർ, നോട്ട്? ഓക്കെ, അപ്പൊ ഇത് എവിടെയാണ് ആക്ച്വലി യൂസ് ചെയ്യാൻ നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നോക്കിയേ, 05 ലോജിക്കൽ ഡോട്ട് ജെ. അപ്പൊ നമുക്കിത് എന്താ, രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ വെച്ചോക്ക്, ഒരു നമ്പർ 10നും 50നും ഇടയ്ക്കാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ. നമ്മൾ എന്ത് ചെയ്യും? 50നും ഇടയ്ക്കാണോ ചെക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെയാണെങ്കിലോ, ഒരു നമ്പർ 10ന്, ഇപ്പം ഞാൻ പറയാം, നമുക്ക് ചെക്ക് ചെയ്യേണ്ട വെച്ചാൽ num1 10നേക്കാളിലും ഗ്രേറ്റർ ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, num2 100നേക്കാളിലും ലെസ്സർ ആണോ ചെക്ക് ചെയ്യണം. എങ്ങനെ ചെയ്യാം? അങ്ങനെ ആണെങ്കിൽ എസ് എന്ന് പറഞ്ഞാണ്, ഇല്ലെങ്കിൽ നോ. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എങ്കിലും ഫോൾസ് ആയാലും നോ. നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വരും പറഞ്ഞാൽ മനസ്സിലായോ? അതായത് num1 അല്ലെങ്കിൽ നമുക്ക് പറയാം, എന്തായാലും മതി. ഇപ്പൊ ഞാൻ ഇവിടെ ഇത് തരുന്നു. ഇപ്പൊ ഒരാളുടെ ഏജ് ചുമ്മാ ഇങ്ങനെ കൊടുത്തു, അപ്പം മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പം നമ്മുടെ ആവശ്യം വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഒരു യൂസറിന്റെ കണ്ടീഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഈ യൂസറിന്റെ ഏജ് 18ന് മുകളിലാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇയാൾ ഫീമെയിൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. 18ന് മുകളിലും ഫീമെയിലും ആണെങ്കിൽ റെഡി എസ് ടു ഗോ. ഓക്കെ, അപ്പൊ 18 താഴെയോ അല്ലെങ്കിൽ ഫീമെയിൽ അല്ല മെയിൽ ആണെങ്കിൽ എന്താ, യു ആർ നോട്ട് അലൗഡ്. ചുമ്മാ ഇങ്ങനെ വേണമെന്ന് വെച്ചോ. അപ്പൊ അതെങ്ങനെ ചെയ്യാം പറഞ്ഞ മനസ്സിലായോ? ഏജ് ഗ്രേറ്റർ ദാൻ 18. ഓക്കെ, വേണ്ട. അത് നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷനോട് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ഒരു ഇഫ് ഇട്ടു ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യം എന്താ? ഇപ്പം ഏജ് 18ന് മുകളിലും ജെൻഡർ ഫീമെയിലും ആണെങ്കിൽ ടെസ്റ്റ് ഗോ, റെഡി ടു ഗോ. ഇല്ലെങ്കിലോ യു ആർ നോട്ട് അലൗഡ്. ഇതാണ് വേണ്ടത്. അപ്പൊ നമ്മൾ രണ്ടും ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ഏജ് ചെക്ക് ചെയ്തു, ഗ്രേറ്റർ ആണോ ചെക്ക് ചെയ്തു. ഇനി ഏജ് ഗ്രേറ്റർ ആണ്, ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അടുത്തത് ജെൻഡർ ഫീമെയിൽ ആണോ ചെക്ക് ചെയ്യണം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഹലോ ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യണം? അപ്പൊ അതെവിടെ കൊടുക്കും? എവിടെ? ഇവിടെ പോട്ടെ, ഇപ്പൊ ഇങ്ങനെ ഇടട്ടെ, നോക്കാം. നോട്ട് അലൗഡ്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് റൺ ചെയ്യാം. ഓക്കെ, നോഡ് 05 ലോജിക്കൽ ഹലോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഏജ് 15 ആക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? നോട്ട് അലൗഡ്. അപ്പം ഏജ് 21 പക്ഷെ മെയിലാണ്. അപ്പോഴോ നമുക്ക് എന്തായിരിക്കും കാണിക്കണ്ടേ? അത് വരുന്നില്ല. എന്ത് ചെയ്യണം? ഓക്കെ, ഈ ഇഫിനും എൽസ് കൊടുക്കണം. നമ്മളിവിടെ ചെയ്തത് രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു, അതിനനുസരിച്ചാണ് നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും സ്റ്റെപ്പ് എഴുതി. രണ്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. 3 ആകുമ്പോൾ കൂടും, 4 ആകുമ്പോൾ പിന്നെയും കൂടും. ഓക്കെ ആണല്ലോ.
അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന എന്താ, രണ്ട് കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. ആ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണം. ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ഫോൾസ് ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നോട്ട് അലൗഡ് ആക്കണം. അതിനാണ് നമ്മൾ ഇത്രയും കോഡ് എഴുതിയത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഈഫിൽ തന്നെ എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ എഴുതാം. അങ്ങനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ് എന്ത്, ലോജിക്കൽ ഓപ്പറേറ്റർ. ഇതിന് പകരം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ആൻഡ്, ഓർ, നോട്ട്. ഓർമ്മയുണ്ടോ? ട്രൂത്ത് ടേബിൾ ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾ? അപ്പം അതായത് ആൻഡ് എന്തിനാ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആൻഡിന്റെ ലെഫ്റ്റ് സൈഡിലും ഇപ്പൊ നമ്മളിപ്പോൾ പ്ലസ് ഓപ്പറേറ്റർ അല്ലേ, അത് ഇടുമ്പോൾ എന്ത് ചെയ്യും, ലെഫ്റ്റിലും റൈറ്റിലും നമ്പർ ഇടും ഇല്ലേ, ആഡ് ചെയ്യാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ കണ്ടീഷൻ ആണ് ഇടുക. ഓക്കെ ആണല്ലോ. ഇപ്പൊ ആൻഡിന്റെ വർക്ക് എങ്ങനെയാ വെച്ചാൽ, രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. എൻ്റെ കണ്ടീഷൻ ട്രൂ ആക്കും. ഓക്കെ ആണല്ലോ. നമ്മളിപ്പോൾ ഒരു വലിയൊരു കണ്ടീഷൻ എഴുതാണല്ലോ, രണ്ട് കണ്ടീഷൻ കമ്പൈൻ ചെയ്ത് ഒരു കണ്ടീഷൻ ആക്കാം. അപ്പൊ എന്ത് ചെയ്യും, രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എൻ്റെ കണ്ടീഷൻ ഫോൾസ് ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ലെഫ്റ്റ് സൈഡിലുള്ള ഒരു കണ്ടീഷൻ ഫോൾസ്, റൈറ്റ് സൈഡിലുള്ള ട്രൂ. ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ഫോൾസ് ആണെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയിരിക്കും. രണ്ടും ഫോൾസ് ആണെങ്കിലും എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയിരിക്കും. ഇങ്ങനെയാണ് എന്ത് വർക്ക് ചെയ്യുക, ആൻഡ് വർക്ക് ചെയ്യുക. ഇത് ഓർമ്മയുണ്ടോ? മനസ്സിലായി? നീ ഇതായിരുന്നല്ലോ, അപ്പൊ നിനക്ക് അത് അറിഞ്ഞോ? അപ്പൊ ഞാൻ അത് പറയാം. ഓക്കെ, അതായത് നമുക്കത് നോക്കാം. ഓക്കെ, നമ്മളിത് എഴുതുന്നത് എങ്ങനെയാ വെച്ചാൽ, നമുക്ക് സിന്റാക്സ് ആയി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വരുന്നു, ഞാൻ കൊടുക്കുന്നു, ഫസ്റ്റ് കണ്ടീഷൻ എഴുതുന്നു, ഏജ് >80. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പം അടുത്തൊരു കണ്ടീഷൻ നമ്മൾ എഴുതാൻ പോവാം. അപ്പം നിങ്ങൾക്ക് മറ്റേ മനസ്സിലായിരുന്നോ, മറ്റേ ടാസ്ക്? ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ എഴുതി. ഇനി അടുത്ത കണ്ടീഷൻ എഴുതാൻ പോവാം. അപ്പം അടുത്ത കണ്ടീഷൻ നമ്മുടെ ആവശ്യം എന്താ, രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അലോ ചെയ്താൽ മതി ഇല്ലേ. കാര്യം രണ്ടിന് മുകളിലും ആയിരിക്കണം, ഫീമെയിലും ആയിരിക്കണം. ഇപ്പൊ രണ്ട് കണ്ടീഷൻ ട്രൂ ആയിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ് ആൻഡ് ഓപ്പറേറ്റർ. ആൻഡ് എഴുതുന്നത് $. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കണ്ടീഷൻ എഴുതാം, എന്താ, ജെൻഡർ ഈക്വൽ ടു ഫീമെയിൽ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ രണ്ട് കണ്ടീഷൻ എഴുതി. അപ്പൊ ഈ ആൻഡിന്റെ പ്രത്യേകത വെച്ചാൽ, നമ്മുടെ ആവശ്യം എന്താ, ഈഫിനകത്ത് വരുന്നത് ട്രൂ ആയിരിക്കണം. ട്രൂ ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും ഇല്ലേ. ഓക്കെ, ഈ കേസ് സംഭവിക്കുന്നത് എന്ന് നോക്കിയേ, ഈ ആൻഡ് നമ്മൾ വിട്ടേക്കുന്നുണ്ട് തന്നെ, ഈ ആൻഡിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് കണ്ടീഷനാണ്. ഒന്ന് ഏജ് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ, ഒന്ന് ഈക്വൽ ആണോ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ. ആൻഡ് പ്രത്യേകം വെച്ചാൽ, രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവും. എൻ്റെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയാൽ മാത്രമേ ഇഫ് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എൽസ് വർക്ക് ആവും. ഈ കേസ് നമുക്ക് നോക്കാം, ഇത് രണ്ടും എന്ത് ചെയ്യും, ഇത് ട്രൂ ആണോ, ആണ്. ഇത് ട്രൂ ആണോ, ഫോൾസ് ആണ്. അപ്പം ഒരു ട്രൂ വന്നു, ഒരു ഫോൾസ് വന്നു, എൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താവും, ഫോൾസ് ആവും. അപ്പൊ എന്ത് വർക്ക് ആവും, നോട്ട് അലൗ. ഓക്കെ, അപ്പം രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, രണ്ട് ഫോൾസ് ആണെങ്കിൽ ഫോൾസ്, ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആണെങ്കിൽ ഫോൾസ്, രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രം ട്രൂ. ഇതാണ് ആൻഡ് ഓപ്പറേറ്റർ. അപ്പൊ നമ്മൾ ഇതിന്റെ ടേബിൾ വരയ്ക്കും. അതെ, നമുക്ക് ട്രൂത്ത് ടേബിൾ എന്ന് പറയും, ഓർമ്മയുണ്ടോ? അതായത് ഫസ്റ്റ് സെക്കൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് വാല്യൂ ട്രൂ ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണ്, ഔട്ട്പുട്ട് എന്തായിരിക്കും, ട്രൂ. ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ്, സെക്കൻഡ് കണ്ടീഷൻ ട്രൂ, ഔട്ട്പുട്ട് എന്തായിരിക്കും, ഫോൾസ്. ഇത് ട്രൂ, ഇത് ഫോൾസ്, എന്തായിരിക്കും ഔട്ട്പുട്ട്, ഫോൾസ്. രണ്ടും ഫോൾസ്, എന്തായിരിക്കും ഔട്ട്പുട്ട്, ഫോൾസ്. ഇതാണ് അതിന്റെ ടേബിൾ. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുന്ന ടേബിളാണ്. ഫണ്ട്. ഇത് മനസ്സിലാവും, ഇതാണ് ആൻഡ്. ആൻഡ് എപ്പോഴും ചെയ്യുന്നത് ഇപ്പൊ എന്താ, നമുക്ക് വേണമെങ്കിൽ ആൻഡിന്റെ കൂടെ ഇപ്പൊ 2 അല്ല 3 ആഡ് ചെയ്യാം. എന്താ, എത്ര എണ്ണം വേണേലും ആഡ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, 3 വന്ന് എന്ത് ചെയ്യും, 3ഉം ട്രൂ ആണെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ട്രൂ, ഏതെങ്കിലും ഒന്നെങ്കിലും ഫോൾസ് ആണെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ്. മനസ്സിലായോ? ഇതാണ് വർക്ക്. അപ്പൊ ഈ കേസിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്, എൽസു. കാര്യം എന്താ,
ഒന്നാമത്തെ ട്രൂ ആണോ? രണ്ടാമത്തെ ട്രൂ. മൂന്നാമത്തെ അപ്പൊ എന്ത് ചെയ്യും? എൻ്റെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആവും. എത്ര എണ്ണം വേണമെങ്കിലും ഇങ്ങനെ കൊടുക്കാം. ഇതാണ് ആൻഡ് ഓപ്പറേറ്റർ. ഓക്കെ ആണല്ലോ? ഓൺലൈനുള്ളവർക്ക് മനസ്സിലായത്? ബഷീർ, ശ്രീജിത്ത്, നിറ്റോ മനസ്സിലായോ? ഓക്കെ, ഇതാണ് സംഭവം. ഇനി അടുത്തതുണ്ട്, അടുത്താണ് ഓർ. ഓർ നോക്കാം. ഓക്കെ, നമുക്ക് രണ്ടെണ്ണം ഇട്ടാദ്യം നോക്കാം. അപ്പം ഓറിന്റെ രൂപത്തിൽ വെച്ചാൽ ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ട്രൂ ആണെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടീഷനെങ്കിലും ട്രൂ ആണെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. ഇതാണ് ഓർ. ചില കേസുകളിലൊക്കെ അപ്പം എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ 18 വയസ്സിന് മുകളിലിരിക്കണം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയിരിക്കണം എന്നൊക്കെ വരുമല്ലോ. അപ്പം ഏതെങ്കിലും ഒരു കണ്ടീഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അലോ ചെയ്യാം. ആ സെറ്റപ്പ് ഒന്നെങ്കിൽ 18 വയസ്സിന് മുകളിലിരിക്കണം, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആയിരിക്കണം, അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? അലോ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ആൻഡിന് പകരം എന്തായിരിക്കും ഉപയോഗിക്കുക? ഓർ. ഓർ എന്ന് വെച്ചാൽ ഇത് പൈപ്പ് എന്ന് പറയും, പൈപ്പ് സിമ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് ഓറിന്റെ സിമ്പിൾ. നമ്മുടെ ബാക്ക് സ്പേസിന്റെ താഴെ നോക്കിയാൽ മതി, ആ ബാക്ക്വേർഡ് സ്ലാഷിന്റെ മുകളിലുള്ളത്. ഓക്കെ ആണല്ലോ? ഈ കേസ് നോക്കിയേ. ഈ കേസിൽ നമുക്ക് കാര്യം ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട്? കാര്യം എന്താ? ഒന്നാമത്തെ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ. രണ്ടാമത്തെയോ? അപ്പൊ ഏതെങ്കിലും ഒന്നെങ്കിലും ട്രൂ ആണെങ്കിൽ എൻ്റെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതോ, മനസ്സിലായോ? രണ്ടും ട്രൂ ആണെങ്കിലോ? രണ്ട് ഫോൾസ് ആണെങ്കിലോ? ഫോൾസ്. രണ്ടും ഫോൾസ് ആണെങ്കിൽ ഫോൾസ്, രണ്ടും ട്രൂ ആണെങ്കിൽ ട്രൂ, ഏതെങ്കിലും ഒന്നെങ്കിലും ട്രൂ ആണെങ്കിലും ട്രൂ. ഇതാണ് ഓർ. ഒന്നല്ലെങ്കിൽ അത് ഓർ. ഓക്കെ ആണല്ലോ? അപ്പൊ അതിന്റെ ടേബിൾ എങ്ങനെ ആയിരിക്കും? നമ്മള് ട്രൂ 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 അല്ലേ? ട്രൂ ഫോൾസ് ഫോൾസ് ട്രൂ ട്രൂ ഫോൾസ് അല്ലേ? ട്രൂ ഫോൾസ് ഫോൾസ് ഫോൾസ്. ഓക്കെ ആണല്ലോ? ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് എന്ത്? ഓർ. ഇപ്പൊ ഓറും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണേൽ ഓറും ആൻഡും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പം ഇതിനകത്ത് ഈ ഓർഡറിലേക്കും പോവാം. അത് നോക്കും, അത് നോക്കും, അങ്ങനെ അങ്ങനെ. ഓക്കെ ആണല്ലോ? എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം അതുപോലെ. ഇനി അടുത്താണ് എന്ത്? നോട്ട്. നോട്ടിന്റെ പ്രത്യേകത വെച്ചാൽ നോട്ടിനാകെ ഒറ്റ കാര്യമുള്ളൂ. ട്രൂ ആണെങ്കിൽ അതിനെ ഫോൾസ് ആക്കും, ഫോൾസ് ആണെങ്കിൽ അതിനെ ട്രൂ ആക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ അതിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. എന്തായിരിക്കും ഔട്ട്പുട്ട്? എസ് ആണോ? കാര്യം എന്താ? നമ്പർ ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്പർ ട്രൂ. ഏത് നമ്പർ മാത്രമാണ് ഫോൾസ്? അല്ല, നമ്പർ 0 ഫോൾസ് ആണ്. ബാക്കിയുള്ള മൈനസ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും ട്രൂ ആണ്. ട്രൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഈ കേസിൽ നമ്മൾ ഈ നം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എസ് ഇല്ല, എസ് ആണെങ്കിൽ നമുക്ക് നോക്കാം. യെസ്, ഇതൊക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നോട്ട് എങ്ങനെ എഴുതുന്ന വെച്ചാൽ നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ ഒരു എക്സ്പ്ലനേഷൻ മാർക്ക് ഇടും. ഇപ്പൊ നോട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് ആക്ച്വലി ഇത് ട്രൂ ആണെങ്കിൽ അതിനെ അങ്ങ് ഫോൾസ് ആക്കും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആക്കും. ഈ കേസ് എന്തെങ്കിലും കിട്ടുക? അതായത് വേറെ എക്സാമ്പിൾ വെച്ചാൽ നമ്മുടെ കേസിൽ നമുക്ക് A21 ആണ്, കണ്ടീഷൻ ഏജ് ഗ്രേറ്റർ ദാൻ 80. എന്തായിരിക്കും ഔട്ട്പുട്ട്? എസ് കിട്ടി. ഓക്കെ ആണല്ലോ? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ നോട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? അതായത് ഏജ് ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നോന്ന് പ്രിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് ചെയ്യണം. അങ്ങനെ നോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ കണ്ടീഷൻ സോൾവ് ചെയ്ത് വരുന്ന വാല്യൂ നമുക്ക് നോട്ട് ചെയ്യണം. അതായത് ഈ കണ്ടീഷൻ സോൾവ് ചെയ്ത് വരുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ അതിനെ ഫോൾസ് ആക്കണം, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആക്കണം. അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ ഒരു ബ്രാക്കറ്റ് ഇടാം ആദ്യം. അതിന്റെ ഫ്രണ്ടിൽ ഒരു നോട്ട് കൊടുക്കുക. കാര്യം ഈ എൻ്റയർ കണ്ടീഷനെയാണ് നമുക്ക് നോട്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ ഏജിന്റെ ഫ്രണ്ടിൽ മാത്രം നോട്ട് കൊടുത്താൽ ഈ ഏജിനെ മാത്രം നോട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? എൻ്റയർ കണ്ടീഷനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നോട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ആദ്യം ഇത് സോൾവ് ചെയ്യും. ബ്രാക്കറ്റ് ഇടുമ്പോൾ തന്നെ ബ്രാക്കറ്റിനകത്തുള്ളതായിരിക്കും ആദ്യം വർക്ക് ആവുക. അതായത് ആദ്യം അത് സോൾവ് ചെയ്യും. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ട്രൂ കിട്ടും. ഈ കേസ് ട്രൂ ആണല്ലോ?
അപ്പൊ ട്രൂവിനെ എന്ത് ചെയ്യും? നോട്ട് ചെയ്യും. അപ്പൊ എന്താവും? ഫോൾസ്. അപ്പൊ നോ ആയിരിക്കും കിട്ടുക. നമ്മൾ പല കേസ് ഇത് യൂസ് ചെയ്യും. ഇപ്പൊ അതിനൊരു യൂസ് കേസ് പറയാനില്ല, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന കേസ് വരും. അപ്പൊ നമുക്ക് മനസ്സിലാവും. കുറച്ചുകൂടെ ഡേറ്റ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ വേണം പറയാം. അപ്പൊ നമുക്ക് ഒരു വേരിയബിൾ ഉണ്ട്. അതെ, ഒരു വേരിയബിൾ ഉണ്ട്. അപ്പൊ എന്റെ ആവശ്യം വെച്ചാൽ ആ വേരിയബിളിനകത്ത് എക്സാമ്പിൾ പറയാം. ഒരു വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിനകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ ഓക്കെ ആണല്ലോ, അല്ലെങ്കിൽ ആ വേരിയബിൾ എം ഡി ആണെങ്കിൽ എം ഡി എന്ന് പ്രിന്റ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. ഇതാണ് നമുക്ക് വേണ്ടത്. ആ വേരിയബിളിനകത്ത് വാല്യൂ ഇല്ല എങ്കിൽ എം ഡി എന്ന് പ്രിന്റ് ചെയ്യണം. വേരിയബിൾ ഞാൻ എഴുതി ക്യൂ. ഓക്കെ, എന്തെഴുതാം? അതില്ലാതെ ഇപ്പൊ നോട്ട് എന്ന് പറയുന്ന സാധനം ഇല്ലെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? എല്ലാം വേണം. അത് തന്നെ, കറക്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും. ഇങ്ങനെ എഴുതേണ്ടി വരത്തില്ലേ? എൽസ് ഇഫ് ക്യൂ, അതായത് ഉണ്ടെങ്കിൽ നമ്മളൊന്നും എഴുതുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസോൾ ഡോട്ട് ലോഗ് എം ടി. മനസ്സിലായോ? അതായത് ഈ വേരിയബിളിനകത്ത് വാല്യൂ ഒന്നും ഇല്ലെങ്കിൽ എം ടി പ്രിന്റ് ചെയ്യണം. നമ്മൾ ഈ ക്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ ഇത് വർക്കാവും, വാല്യൂ ഇല്ലെങ്കിൽ എൽസിൽ വർക്കാവുള്ളൂ. നമുക്ക് ഇല്ലെങ്കിൽ മാത്രം പ്രിന്റ് ചെയ്യാൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതേണ്ടി വരും. വാല്യൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അൺഡിഫൈൻഡ് ആവാം, നൾ ആവാം, നോട്ട് എ നമ്പർ ആവാം, ഇല്ലേ, എന്തും ആവാം. വെച്ചാൽ ഒരു കറക്റ്റ് വാല്യൂ, എക്സാക്ട്ലി ഒരു വാല്യൂ ഇല്ല. ചിലപ്പോൾ നെഗറ്റീവ്, ഇപ്പോൾ അൺഡിഫൈൻഡോ നള്ളോ ഒക്കെ ആവാം. ഈ എഴുതിയേക്കുന്നത് മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ ഇഫ് ക്യൂ ഈക്വൽ ടു അൺഡിഫൈൻഡ് ഫോൾസ് ആണ്. അതേ പറഞ്ഞേ, വാല്യൂ ഇല്ല. ഇപ്പൊ നമ്മൾ അൺഡിഫൈൻഡ് വെച്ച വാല്യൂ ഇല്ലെന്നല്ലേ അർത്ഥം. നമ്മുടെ ആവശ്യം ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നീ അതൊക്കെ വിട്ടേക്കാം. ഒരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിളിനകത്ത് വാല്യൂ ഇല്ലെങ്കിൽ എം ഡി എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. വാല്യൂ ഇല്ല മീൻസ് ഒരു ജെന്യൂൻ വാല്യൂ ഇല്ല എങ്കിൽ, ചിലപ്പം ഇപ്പൊ എന്താ അൺഡിഫൈൻഡോ എന്ത് വാല്യൂ വരാം, 0 ആണെങ്കിലും വാല്യൂ ഇല്ല. ഒരു ആക്ച്വൽ നമ്പർ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഒന്നും ചെയ്യാതിരുന്നാൽ മതി. ഇപ്പൊ ഈ കേസ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ഇഫ് ക്യൂ. ഇപ്പൊ ഈ ഇവിടെ നമ്മൾ എഴുതുന്ന കോഡ് ഈ ക്യൂവിനകത്ത് വാല്യൂ ഉണ്ടെങ്കിലാണ് വർക്ക് ആവുക. നമുക്ക് ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇല്ലെങ്കിൽ മാത്രം എം ടി കാണിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് ഇട്ടിട്ട് ഒന്നും എഴുതാതിരിക്കണം. എൽസിൽ നമ്മൾ എന്ത് ചെയ്യണം? എം ടി കൊടുക്കണം. കാര്യം ഇതിനകത്ത് വാല്യൂ ഇല്ലെങ്കിലേ എൽസ് വർക്ക് ആവുള്ളൂ. അതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് നോട്ട് ക്യൂ എന്ന് എഴുതാം, ഒറ്റയടിക്ക് എഴുതാം. കൺസോൾ അല്ലേ, അതായത് ക്യൂവിനകത്തുള്ള വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിനെന്ത് ചെയ്യും? നോട്ട് ചെയ്യും. അത് ക്യൂവിനകത്തുള്ള അൺഡിഫൈൻഡ് ആണെങ്കിൽ ഇഫ് ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അപ്പൊ നമ്മൾ നോട്ട് എഴുതിയിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് ട്രൂ ആക്കും. അപ്പൊ എന്ത് ചെയ്യും? എം ടി. മനസ്സിലായത്? അമൽ മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കേസുകൾ ഇനി അങ്ങോട്ട് കേസുകൾ വരും. നമ്മളൊരു വാല്യൂ ചെക്ക് ചെയ്യാനൊക്കെ ഒരുപാട്. ഇപ്പം ഡേറ്റാബേസിൽ ഒരു യൂസർ ഉണ്ടോ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഡേറ്റാബേസിന് ആദ്യം ആ യൂസറിനെ ഫെച്ച് ചെയ്യാൻ നോക്കും. ഫെച്ച് ചെയ്തിട്ട് വേരിയബിൾ വെക്കാൻ നോക്കും. അപ്പൊ എന്ത് ചെയ്യാം? അതിനകത്തൊരു വാല്യൂ വന്നാൽ അതിനകത്ത് യൂസർ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യണം, യൂസർ ഇല്ലെങ്കിൽ ഇത് ചെയ്യാം. അപ്പൊ ഇഫ് നോട്ട് യൂസർ എന്ത് റെസ്പോൺസ് അയക്കുക, എന്താ നോ യൂസർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. മനസ്സിലായോ? അവിടെയൊക്കെയാണ് നമ്മൾ ഈ നോട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയേ. 3 ആൻഡും ഓറും നോട്ട്. ഓണിലുള്ളവർക്ക് മനസ്സിലായത്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കണേ.
അതാ മറ്റേ കോപ്പി കിട്ടാ പോലെ മറ്റേ
അത് നമ്മളുണ്ട് പെട്ടെന്ന് എന്താ ചെയ്യുന്നു. പക്ഷെ ഇത് വേണ്ട സെൽക്കോളമി അല്ല ചോദിച്ചു ടൈപ്പ് ചെയ്യുമ്പോൾ സ്പീഡ് പെട്ടെന്ന് ചെയ്യാലോ. സേവ് ചെയ്യുമ്പോൾ തന്നെ സെമിക്കോളമി അതൊന്നും ഡിക്കില്ല പറഞ്ഞോ. ഇല്ല പുതിയ നോടില്ല പുതിയ ആവശ്യം നോക്കി പോയി വീട്ടിലോട്ട് നടക്കട്ടെ. ഏതെങ്കിലും ഓപ്പറേറ്റർ ഏതെങ്കിലും ഷോപ്പിൽ പോയി രണ്ടും ട്രൂ ആയി തിരിച്ചെന്ന് പറയാൻ പറ്റില്ല. രണ്ടും ട്രൂ ആയിട്ട് ശരിയോ കുഴ ഉണ്ടായിരുന്നോ? എടുക്കാം അപ്പുറത്താണോ ചോദിക്കട്ടെ. കളർ പിടിയുടെ പിടിയും ബ്ലാക്കോ? മറ്റേ വലിയ കാലം കൂടെ പോലത്തെ കൂടെ ആണോ? സാധാ 5 ഫോൾഡോ 3 ഫോൾഡോ? ഇത് നോക്കാം ചെയ്യേ. അടുത്ത പറയാൻ
Yeah.
എല്ലാവർക്കും കിട്ടിയോ ഔട്ട്പുട്ട്? ഓണുള്ളവർക്ക് കിട്ടിയത് ബഷീർ കിട്ടോ? ബഷീറിനിട്ടോ കിട്ടിയത്? രണ്ടെണ്ണം കിട്ടി. മൂന്നാമത്തെ കിട്ടിയില്ലേ? മൂന്നാമത്തെയാണ് കിട്ടാത്തെ. രണ്ട് മറ്റേത് കിട്ടിയില്ല. രണ്ടാമത്തെ ആണോ? രണ്ടാമത്തെ കിട്ടിയില്ല. അങ്ങനെയാണോടാ? ഓക്കെ, നോക്കാം. രണ്ടാമത്തെ നോക്കാം. ചെക്ക് ഇഫ് നമ്പർ ചെയ്ത നെഗറ്റീവ് ഓർ ഡിവിസിബിൾ ബൈ 3. അപ്പൊ എന്താ? അപ്പം നെഗറ്റീവ് ആണോ? ഒന്നെങ്കിൽ നെഗറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം? അത് 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇതാണ് ചെക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ വരുന്നു ടാസ്ക് നമ്പർ 5 അല്ലേ? 4 നേരത്തെ ചെയ്തേ. പോട്ടെ. അതെനിക്ക് തോന്നുന്നു അവൻ തുടങ്ങിയത്, നീ തുടങ്ങിയത് 1-ലായിരുന്നോ? അപ്പൊ അതാ ഞാൻ 0 തുടങ്ങിയോ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നം ഈക്വൽ ടു 15 കൊടുത്തു. എന്ത് ഇഫ് ഒന്നെങ്കിൽ അതെന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇഫ് നം എന്ത് കൊടുക്കാം? ലെസ് ദാൻ 0. എന്താ ഓർ എന്താ കൊടുക്കുക? നം മോഡ് 3 ഈക്വൽ ടു 0. കൺസോൾ log yes. അത് നമ്മള് നീ ഇത് ഇട്ടോ? അതായത് പ്രിറ്റർ ഇട്ടായിരുന്നോ? നിങ്ങളായിട്ടായിരുന്നോ പ്രിറ്റർ? നിനക്ക് വരുന്നുണ്ടോ സെമിക്കോളൻ? അത് നീ ചെയ്യണമെന്ന് വെച്ചാല് സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് ഇത് കണ്ടോ? എനിക്കിതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് നോ റൺ ചെയ്യാം. നോഡ് കാര്യം എന്താ? 15. അത് നെഗറ്റീവ് അല്ല, പക്ഷെ എന്താ? ഡിവിസിബിൾ ബൈ 3 ആണ് അല്ലേ? 16 കൊടുത്താലോ? നോ. -16 കൊടുത്താലോ? അത് നെഗറ്റീവ് ആണ്. ഓക്കെ, വിഷയം മനസ്സിലായോ? ഹലോ, ബഷീർ മനസ്സിലായത്? ഓക്കെ, അതായത് സെറ്റിങ്സ് എടുക്കുക ആദ്യമേ. ഓക്കെ, നിങ്ങൾ ചെയ്തല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. ഓക്കെ, ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പം സെറ്റിങ്സ് എടുത്തിട്ട് ഈ സെറ്റിങ്സ് എടുക്കുക. ഇല്ലേ? ഓക്കെ, സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് അവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട്, അതെടുക്കുക. ഇപ്പൊ മുകളിൽ കണ്ടോ ഇവിടെ ഒരു ഫയലിന്റെ ഐക്കൺ? ഫസ്റ്റ് അതെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്താ വരുന്നത്? അതിനകത്ത് എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ കണ്ടോ എഡിറ്റർ ഡിഫോൾട്ട്. ഞാനിത് കോപ്പി ചെയ്യാം, എന്നിട്ട് ഞാൻ ചാറ്റിലിടാം. ഞാൻ ഈ ചാറ്റിലിടുന്ന സാധനം നിങ്ങൾ കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഇപ്പം ഇങ്ങനെ കിടക്കുന്നേ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ഒരു കോഡ് കാണും. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പൊ ഞാൻ കൊടുത്ത കോഡ് ആയിരിക്കത്തില്ല. ഒരു കോമ ഇടുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ബ്രാക്കറ്റിനുള്ളിൽ വേണം. ലാസ്റ്റ് എന്താണ് നിങ്ങൾക്ക് കിടക്കുന്നത് അവിടെ ഒരു കോമ ഇടുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനത് ചാറ്റിലിടാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ കുറെ കോഡ് കാണും, കോമ ഇടുക, പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് സേവ് ചെയ്യാം. Ctrl+S. സേവ് ചെയ്തോ?
ഈ ഫയൽ ഇനി ഏതെങ്കിലും ഫയൽ ചുമ്മാ സേവ് അടിച്ച് നോക്കിയാൽ ചുമ്മാ സേവ് അടിച്ച് നോക്കി എല്ലാം കൊടുത്താലും അത് ചെയ്തല്ലോ. അടുത്ത നോക്കാം. ഓക്കെ, ഇനി അടുത്താണെന്ത്? സ്ട്രിങ്. ഓക്കെ, നോക്കാം. സ്ട്രിങ് എന്ത് പറ്റി? നീ മറ്റേ ഉണ്ടോ? ഉണ്ടോ? ഓട്ടോമാറ്റിക് സേവ് ആവോ? ആ ഒരു ഇതുണ്ടോ? നമ്മുടെ 4 ബോക്സ് ഉണ്ടോ അവിടെ ലെഫ്റ്റ് സൈഡിൽ? അവിടെ ഓട്ടോ സേവ് ആണല്ലേ? ഓട്ടോ സേവ് ആണ് രണ്ടാമത്തെ ഉണ്ടോ? അത് അൺഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ നീ മാറ്റി വരും. പ്രിന്റർ അൺഇൻസ്റ്റാൾ ചെയ്താൽ മതി. പ്രിന്റർ അൺഇൻസ്റ്റാൾ ചെയ്താൽ മതി. അടുത്ത് നോക്കാം. അടുത്താണെന്ത്? സ്ട്രിങ്. വായിച്ചു നോക്കിയേ. A string in JavaScript, a string is a data type used to represent a sequence of characters. It is a fundamental data type in language and is commonly used to store and manipulate text. എന്താ പറയുന്നത് അവിടെ? നമ്പർ എന്തിനായിരുന്നു? നമ്പർ എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ആണെന്ന് പറഞ്ഞു, നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. സ്ട്രിങ് എന്തിനു വേണ്ടിയാ? ടെക്സ്റ്റ് അഥവാ ക്യാരക്ടേഴ്സ്. അപ്പൊ നമ്മൾ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ സിംഗിൾ എന്താ ലെറ്റർ ഇല്ലേ? അത് ലെറ്റർ എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് അവിടെ എന്ത് വരാം? നമ്പേഴ്സ് തന്നെ വരാം, വേണമെങ്കിൽ സിമ്പിൾസ് വരാം ഇല്ലേ? അപ്പൊ അതിനാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം സീക്വൻസ് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ചേർന്നിരിക്കുന്നത്. അതായത് ഇത്രേ ഉള്ളൂ. ടെക്സ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഒരു സ്ട്രിങ് എങ്ങനെ എഴുതും നോക്കാം. അപ്പൊ അതിനായിട്ട് അടുത്ത ഓക്കെ, അപ്പൊ നമ്മൾ സ്ട്രിങ് എങ്ങനെ എഴുതുന്ന വെച്ചാൽ, അതായത് ടെക്സ്റ്റ് ഇങ്ങോട്ട് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയില്ല, പറയാൻ സ്ട്രിങ് എന്നാണ് പറയാം. ഇതാണല്ലോ. അപ്പൊ ഒരു സ്ട്രിങ് എങ്ങനെ എഴുതും നോക്കാം. ഒരു വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യും. var a equal to. അപ്പൊ സ്ട്രിങ് എഴുതാൻ വേണ്ടി നമുക്ക് 3 രീതികളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് സിംഗിൾ കോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡബിൾ കോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാക്ക് ടിക്സ് ഉപയോഗിക്കാം. ബാക്ക് ടിക്സ് നോക്കാം. അപ്പം നോക്കിക്കോ, a equal to name equal to John. ഓക്കെ ആണല്ലോ? ഇവിടെ സിംഗിൾ കോട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് കോട്ടാ? സിംഗിൾ കോട്ട്. ഓക്കെ ആണല്ലോ? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? var name equal to, നമുക്ക് വേണം ഡബിൾ കോട്ട് ഉപയോഗിക്കാം. ഒരു വ്യത്യാസമില്ല. സിംഗിൾ കോട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡബിൾ കോട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഞാനിവിടെ പ്രിന്ററിനകത്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡബിൾ കോട്ട് സിംഗിൾ കോട്ട് ആവും. കാര്യം ആ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ്. എല്ലാ സ്ട്രിങ്ങിനും സിംഗിൾ കോട്ട് വരാൻ വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് വേണം മാറ്റാൻ, ഇല്ല ചെയ്യാം. ഓക്കെ, സിംഗിൾ കോട്ടും ഡബിൾ കോട്ടും രണ്ടും സെയിം തന്നെ. പിന്നെ എന്തിന് സിംഗിൾ കോട്ട് അല്ലെങ്കിൽ ഡബിൾ കോട്ട് അല്ലെ? ഏതിലൊന്നും വരെ. അതിന് വെച്ചാൽ നമുക്ക് ചില സ്ട്രിങ് ഒക്കെ എഴുതുമ്പോഴേ, ഇപ്പം ജോൺസ് പോസ്റ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഒരു ആ സ്ട്രിങ്ങിന് അതൊരു സിംഗിൾ കോട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പുറമെ എന്ത് ചെയ്യും? ഡബിൾ കോട്ട് ഇടും. കാര്യം ഇങ്ങനെ ഇവിടെ എഴുതാൻ പറ്റില്ല. കാര്യം ഇവിടെ വെച്ച സ്ട്രിങ് സ്റ്റോപ്പ് ആയി പോകും. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ കോട്ട്സ് ഇടണം. അപ്പൊ ഇങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ കോട്ട് ആക്കാം പുറമെ. എന്നിട്ട് അകത്ത് സിംഗിൾ കോട്ട് വേണമെങ്കിൽ ഇടാം. ഇനി അതുപോലെ തന്നെ അകത്ത് ഡബിൾ കോട്ട് ഇടേണ്ട കേസ് വരാം ഇല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇടാം. പുറത്ത് സിംഗിൾ കോട്ട് ഇട്ടാൽ മതി. ഇവിടെ നോക്കി ഇപ്പത്തുന്ന എന്തോ പറ്റി? അവിടെ മോളെന്തോ
മുകളിലെന്തോ അകത്ത് ഇങ്ങനെ ഡബിൾ കോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അകത്തും ഡബിൾ കോട്ടോ? അതോ ആലോചിച്ചാണോ? അത് നമുക്കിപ്പോ ഫ്രൈസസ് ഒക്കെ എഴുതാൻ വേണ്ടി പലരും ഇപ്പൊ എന്താ നമ്മൾ ചില കാര്യങ്ങൾക്ക് എടുത്തു പറയാൻ വേണ്ടി എടുത്തില്ലേ ഡബിൾ കോട്ട്സ് ഒക്കെ ഇല്ലേ? അപ്പൊ അങ്ങനത്തെ കേസുകളിലൊക്കെ അപ്പം മനസ്സിലായി പറഞ്ഞ കാര്യം. സിംഗിൾ കോട്ട് ഇടും ഡബിൾ കോട്ട് ഇടും. അപ്പൊ നമുക്ക് പൊതുവെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ സിംഗിൾ കോട്ട് ഇട്ടാൽ അല്ലെങ്കിൽ ഡബിൾ കോട്ട് മതി. നമുക്കിപ്പം ചില കേസുകളിലൊക്കെ സ്ട്രിങ്ങിനകത്ത് തന്നെ സിംഗിൾ കോട്ട് വേണ്ടി വരാം. അപ്പൊ പുറമെ ഡബിൾ കോട്ട് ഇടുന്നതാണ് ബെറ്റർ. കാര്യം അല്ലെങ്കിൽ എന്ത് പറ്റും, ഇവിടെ എൻഡ് ആയി പോകും. കണ്ടോ, ഈ ഒരു പ്രശ്നം വരാതിരിക്കും. മനസ്സിലായത്? വരാതിരിക്കാൻ വേണ്ടി ഇടാം. ഇനി ഇത് മാത്രമല്ല, വേറെ രീതിയുണ്ട്. ഓക്കെയാണല്ലോ, അതാണ് ബാക്ക് ടിക്ക്. നമുക്ക് വേണമെങ്കിൽ ആ എസ്കേപ്പ് കണ്ടോ, എസ്കേപ്പിന്റെ താഴെയുള്ള സാധനമാണ് ഈ ബാക്ക് ടിക്ക്. ഓക്കെ, ഈ ബാക്ക് ടിക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബാക്ക് ടിക്ക് ഇട്ടു, നമുക്ക് എന്ത് ചെയ്യാം, എറണാകുളം. മൂന്നിനും ഒരേ റിസൾട്ട് തന്നെയാണ്. സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ ബാക്ക് ടിക്കോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രിങ് ഡിഫൈൻ ചെയ്യാം. ഒരു ഇത്ര ഉള്ള നിയമം, സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഒരു കോട്ട് വേണം, എൻഡ് ചെയ്യുന്നിടത്ത് സെയിം കോട്ട് തന്നെ വേണം. ഇപ്പൊ സിംഗിൾ കോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡബിൾ കോട്ടിൽ എൻഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇതാണ് എന്ത്, സ്ട്രിങ്. അപ്പൊ സ്ട്രിങ് എന്തിനാ, ടു റെപ്രസെന്റ് ടെക്സ്റ്റ് ആണല്ലോ. അപ്പൊ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക. നമ്മൾ ഇനി കോഡ്സ് ഇട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, അത് വേരിയബിൾ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യാം. ഇല്ലേ? ഇപ്പൊ ഞാനിപ്പോ ജോൺ എന്ന് എഴുതിയിട്ട് അല്ലെങ്കിൽ എറണാകുളം എഴുതിയിട്ട് കോഡ് ഇട്ടില്ലെങ്കിൽ അതൊരു വേരിയബിൾ ആയിട്ട് അൺഡിഫൈൻഡ് ആയിരിക്കും. ഈ കേസിൽ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എറർ അടിക്കും. കാര്യം എറണാകുളം ഈസ് നോട്ട് ഡിഫൈൻഡ്. ഏതാ ഇങ്ങനെ മാത്രം? എ മാത്രം ഉള്ളെങ്കിലും സ്ട്രിങ് തന്നെ. ഇല്ലില്ല, എന്ത് ആ ഒറ്റ ഇതല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡബിൾ കോട്സ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വേരിയബിൾ അല്ലേ? ഇല്ല, ഇത് അൺഡിഫൈൻഡ് ആയിരിക്കും. ഇത് എററായിരിക്കും. മനസ്സിലായോ? അതാണ് സംഭവം. അപ്പൊ ആസ്കി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്ട്രിങ്ങിനെ എൻകോഡിംഗ് ഫോർമാറ്റാ അല്ലേ? നമുക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആസ്കി ഉണ്ട്, UTF-8 അങ്ങനെ പല ഫോർമാറ്റും ഉണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ സ്ട്രിങ്ങിനാണ് വരുന്നത്. മനസ്സിലായോ? അത് നീ ഇപ്പൊ വെറുതെ ചെയ്യുന്നിട്ട് അങ്ങനെ എടുക്കില്ല, അതൊരു വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. നീ ഇപ്പൊ കോഴ്സ് ഇട്ടിട്ട് എടുക്കുവാണെങ്കിൽ അതിനൊരു എൻകോഡിങ്, അത് എന്താണോ നമ്മുടെ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നത് അതായിരിക്കും വരിക. മനസ്സിലായോ? അതാണ് സംഭവം. മനസ്സിലായോ? സിംഗിൾ കോട്ട്, ഡബിൾ കോട്ട് അല്ലെങ്കിൽ ബാക്ക് ടിക്ക്, ഇതിൽ മൂന്ന് ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് സ്ട്രിങ് എഴുതാം. സ്ട്രിങ് എന്തിനു വേണ്ടിയാ? ഇപ്പൊ ഒരു ഒറ്റ വാല്യൂ അല്ലെങ്കിൽ ഒറ്റ ക്യാരക്ടറുള്ള സ്ട്രിങ് വേണമെങ്കിൽ എഴുതാം, ഒന്നുമില്ലാത്ത സ്ട്രിങ് എഴുതാം. ഇതിന് പറഞ്ഞ പേരാണ് MD സ്ട്രിങ്. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിയേ, ഈ ന്യൂ നെയിമിലുള്ളത് എന്ത് സ്ട്രിങ്ങാ? MD സ്ട്രിങ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ സ്പേസ് ഇടുന്നു. ഇത് MD സ്ട്രിങ് ആണോ? സ്പേസും ഇവിടെ ഒരു ക്യാരക്ടറാണ്. മനസ്സിലായോ? ഇത് MD അല്ല. ഒരു ക്യാരക്ടർ പോലും ഇല്ലാത്ത സ്ട്രിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് MD സ്ട്രിങ്. ഒരു സ്പേസ് എങ്കിലും ഇട്ടാൽ അവിടെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞു. ആണല്ലോ? ഇപ്പൊ സ്പേസ് ഇപ്പൊ നമുക്ക് സ്ട്രിങ്ങിനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ കോഴ്സ് ഇട്ടിട്ട് നമുക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും എഴുതാം. കണ്ടോ? ഇപ്പം സിമ്പിൾസ് ഇടാം, ഇതെല്ലാം സ്ട്രിങ്ങാണ്. നമ്പർ ഇട്ടാൽ അത് സ്ട്രിങ് ആണ്. കോഴ്സിലാണ് ഇടുന്നെങ്കിൽ അത് നമ്പർ അല്ല, ഡേറ്റ ടൈപ്പ് സ്ട്രിങ് ആയിരിക്കും. അതായത് പ്ലേസ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും, സ്ട്രിങ് ആണ്, നമ്പർ അല്ല. കാര്യം നമ്പർ ആണെങ്കിൽ കോഡ്സ് ഇല്ല. ഇതിനെ സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് സ്ട്രിങ്ങിനകത്ത് എന്ത് ക്യാരക്ടർ വേണമെങ്കിലും വരാം, നമ്പർ വരാം, ആൽഫബറ്റ്സ് വരാം, സിമ്പിൾസ് വരാം, എന്ത് വേണമെങ്കിലും വരാം. അപ്പൊ ഇതിനെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും, കോഡ്സിലാണ് കിടക്കുന്നത് സ്ട്രിങ് എന്നാണ് പറയാം. പറഞ്ഞത് മനസ്സിലായോ? ആണല്ലോ? അപ്പൊ ഇതാണ് സ്ട്രിങ്. എന്തിനു വേണ്ടി? ടെക്സ്റ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. സ്ട്രിങ് ഒന്ന് ട്രൈ നോക്കിയേ. നമ്മളിനി പഠിക്കാൻ പോകുന്നത് സ്ട്രിങ് ഓപ്പറേഷൻസ്. സ്ട്രിങ് നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് നടത്താം.
ഓക്കെ, അടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് സിംഗിൾ കോട്ട് പറഞ്ഞു, ഡബിൾ കോട്ട് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, ബാക്ടിക് ആണെന്ന് പറഞ്ഞു. ഈ ബാക്ടിക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് വേറെ കാര്യം ഇവിടെ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. രണ്ട് സ്ട്രിങ് ഉണ്ട്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യണം, വാർ ഫുൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൽ രണ്ടും കൂടെ വരണം, ഒന്നിച്ച് വരണം. ഓക്കെ, അപ്പം രണ്ട് സ്ട്രിങ്ങിനെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ട് സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാച്ചാല് ആൻഡ് അല്ല, പകരം പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ മതി. ഈ പ്ലസ് ഓപ്പറേറ്റർ നമ്മൾ എവിടെയാണ് കണ്ടേ, അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്. പക്ഷെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തേക്കുന്ന സെയിം പ്ലസ് തന്നെയാണ്, പക്ഷെ ലെഫ്റ്റിനും റൈറ്റിലുള്ള എന്താ, നമ്പർ അല്ല, സ്ട്രിങ് ആണ്. സെയിം ഓപ്പറേറ്റർ തന്നെ സ്ട്രിങ് വരുമ്പോൾ എന്ത് ചെയ്യും, ഡിഫറെന്റ്ലി എന്ത് ചെയ്യും, ബിഹേവ് ചെയ്യും. അപ്പൊ അതാണ് അവിടെ ഡേറ്റ ടൈപ്പിന്റെ കാര്യം. ഇവിടെ എന്ത് ചെയ്യും, ഇത് ഡേറ്റ ടൈപ്പ് ചെക്ക് ചെയ്യും ലെഫ്റ്റിലും റൈറ്റിലുള്ള. അതുകൊണ്ട് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും, സ്ട്രിങ് ആണെങ്കിൽ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും. നമുക്ക് നോക്കാം. അതുകൊണ്ട് കൺസോൾ നമുക്ക് നോക്കാം. നോഡ് 06 എന്തിട്ടി, ജോൺ ഡേവിഡ്. എനിക്ക് അവിടെ ഒരു സ്പേസ് വേണം, എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കാം. അതായത് എൻ ആയിട്ട് സ്പേസ് കൊടുക്കാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഡിക്ക് മുമ്പ് സ്പേസ് കൊടുക്കാം, അല്ലെങ്കിൽ അത് തന്നെ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്പേസ് പ്രസ് ചെയ്യാം. ഇതൊരു സ്പേസാ, ഇതൊരു ക്യാരക്ടർ ആണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും, ഫസ്റ്റ് നെയിം പിന്നെ സ്പേസും ആടാവും, പിന്നെ ലാസ്റ്റ് നെയിം ആടാവും. ഓക്കെ ആണല്ലോ. നീ ചോദിച്ചത് അത് ഇത് മനസ്സിലായോ? അപ്പം അങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഇതിന് കൺകാറ്റിനേഷൻ എന്ന് പറയും. കൺകാറ്റിനേഷൻ ഓക്കെ ആണല്ലോ, സ്ട്രിങ് ജോയിൻ ചെയ്യുന്നതിന്. അപ്പോൾ നമുക്കൊരു നമ്പർ ഒരു സ്ട്രിങ് കൊടുത്താൽ എന്ത് വരും അല്ലേ? ഇങ്ങനെ ഇവിടെ ഒരു നമ്പറും ഒരു സ്ട്രിങ് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇത് നമ്പർ, സോറി ഇത് സ്ട്രിങ്, ഇത് നമ്പർ. എന്തോ എറർ. പക്ഷെ ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെയല്ല. ജാവാസ്ക്രിപ്റ്റില് പ്രയോറിറ്റി ഉള്ളത് സ്ട്രിങ്ങിനാണ്. നമ്മളൊരു നമ്പർ ഒരു സ്ട്രിങ് കൊടുത്താൽ ആ നമ്പറിനെ കൂടെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ ജോൺ 4 എന്ന് വരും. മനസ്സിലായത്? ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കണേ. ഇത് ചെറിയ ചെറിയ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ ആണല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഒരു നമ്പർ ഒരു സ്ട്രിങ് കൂടെ കൊടുത്താൽ ആ നമ്പറിനെ കൂടെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു വേരിയബിൾ ഉണ്ടെന്ന് വെച്ചോ, ഇപ്പൊ var age equal to 45. അപ്പം ഇങ്ങനെ എനിക്ക് പറഞ്ഞാണ്, മൈ നെയിം ഈസ് ജോൺ ആൻഡ് മൈ ഏജ് ഈസ് 45. എന്ത് ചെയ്യാം, var കൺസോൾ നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം എന്ന് വെച്ചോ, സെന്റൻസ് ഈക്വൽ ടു, ഇവിടെ എനിക്കത് പറഞ്ഞ എന്ത് ചെയ്യാം, മൈ നെയിം ഈസ്, അത് ആ വേരിയബിളുള്ള വാല്യൂ വരണ്ടേ, എന്താണോ ഫസ്റ്റ് നെയിമിലുള്ള അത് പറഞ്ഞു.
ആ വേരിയബിളിന്റെ പേര്. ആ പിന്നെ പ്ലസ് ആ ബാക്കി മൈ ഏജ് ഈസ് ഇനിയോ അത് പ്ലസ് അതിന്റെ കൺസോൾ ചെയ്യണമല്ലോ. മൈ നെയിം ഈസ് ജോൺ, മൈ ഏജ് ഈസ് 45. അപ്പൊ നമുക്ക് അവിടെ സ്പേസ് പറഞ്ഞെങ്കിൽ ഇവിടെ ഇവിടെ ഒരു സ്പേസ്, പിന്നെ ഇവിടെ ഒരു സ്പേസ്, ഇവിടെ ഒരു സ്പേസ് അല്ലേ. നമുക്ക് ഇതിന് പകരം വേറെ സെറ്റപ്പ് ചെയ്യാം. അതിനാണ് നമ്മൾ ബാക്ക് ടിക്സ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. അതായത് ഒരു സ്ട്രിങ്ങിനുള്ളിൽ ഒരു വേരിയബിളിന്റെ വാല്യൂ എംബഡ് ചെയ്യാൻ വേണ്ടിയാണ് ബാക്ക് ടിക്ക് ഉപയോഗിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് പകരം ഇങ്ങനെ എഴുതാം. അതായത് ബാക്ക് ടിക്സ് ഉപയോഗിക്കുക. ഇത് ബാക്ക് ടിക്സ് മാത്രമേ പറ്റുള്ളൂ. മൈ നെയിം ഈസ് സ്പേസ് കഴിഞ്ഞിട്ട് എന്താ പറയണ്ടേ, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ അല്ലേ. ഇവിടെ പ്ലസ് വേണ്ട, പകരം ഒരു ഡോളർ സൈൻ ഇടുക, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഇതിനകത്ത് എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് നെയിം എന്ന് കൊടുക്കുക. മൈ ഏജ് ഈസ് ഡോളർ സൈൻ കേളി ബ്രാക്കറ്റ്. ആ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ടെംപ്ലേറ്റ് എന്ന് പറയും. ടെംപ്ലേറ്റ് പറയാം. ഇവിടെ എന്ത് വരും, മൈ നെയിം ഈസ് ആയിട്ട് ഇവിടെ വരാൻ പോകുന്നത് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലുള്ള വാല്യൂ ആയിരിക്കും. ഇത് വരണമെങ്കിൽ ഡോളർ സൈനും കേളി ബ്രാക്കറ്റ് കൊടുക്കണം. ബാക്ക് ടിക്സിലേ പറ്റുള്ളൂ, വേറെ ഒരു കോഡിലും പറ്റില്ല. സിംഗിൾ കോഡിലും ഡബിൾ കോഡിലും പറ്റില്ല. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ നോക്കിയേ, കമന്റ് ചെയ്യാം, സെയിം റിസൾട്ട്. അവിടെ ആ ഒരു വേരിയബിൾ കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, അതിന്റെ ആക്ച്വൽ വാല്യൂ എംബഡ് ചെയ്ത് സ്ട്രിംഗ് ആക്കി നമുക്ക് തരും. ഇവിടെയാണ് ബാക്ക് ടിക്ക് ഉപയോഗിക്കുക. മനസ്സിലായോ? ട്രൈ നോക്കിയേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.
ചെയ്തോ. ഇതാരല്ല പട കൂട്ടുകാരനാണോ? ചെയ്തോ എല്ലാരും? മനസ്സിലായത്? എന്താണ് ഈ ആൻഡോ? ഇത് പോയിന്റർ അല്ല, ടെംപ്ലേറ്റ് എന്ന് പറയും. ഫസ്റ്റ് നെയിം ഈ ആൻഡ് ശരിക്കും പറഞ്ഞാൽ അത് എടാ നീ ഉദ്ദേശിക്കുന്ന പോലെ എന്തോ ഡോളർ അത് തന്നെ മനസ്സിലായി. നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ അഡ്രസ് എടുക്കുന്നത് അതെ അഡ്രസ് എടുക്കുന്നത് വെച്ചാൽ ആ ഇപ്പം മെമ്മറി സ്പേസ് സാധനമുണ്ട്, അവിടെ ഹെഡർ ഉണ്ട്, പോയിന്റർ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാലും നമ്മുടെ സി വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഇത് വർക്ക് ചെയ്യുക. മനസ്സിലായി? സിയിലെ പോയിന്റേഴ്സ് ഇതിനകത്ത് അങ്ങനെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പോയിന്റർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ റൺ ടൈമിൽ കാര്യം സി എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് വർക്ക് ചെയ്യുക. ഇത് അതായത് സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ഡൈനാമിക്കലി ടൈപ്ഡ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലേ? ഇത് ഇവിടെ ഡൈനാമിക്കലി ടൈപ്ഡ് ആണ്. പോയിന്റർ എന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്ന സെൻസിലാണെങ്കിൽ ഓക്കെ പോയിന്റർ എന്ന് പറയാം. കാര്യം ഇത് പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഒരു വാല്യൂലേക്ക്. ആ വാല്യൂ പോയിന്റ് ചെയ്യുന്നത് ഒരു അഡ്രസ്സിലേക്ക്, അതായത് ഒരു വേരിയബിളിലേക്ക്, ആ വേരിയബിൾ പോയിന്റ് ചെയ്യുന്ന അഡ്രസ്സിലേക്ക്, അങ്ങനെ പറയാം. മനസ്സിലായോ? പോയിന്റേഴ്സ് ഇല്ല, ഹെഡർ ഇല്ല, അങ്ങനെ ഹെഡ് ഒന്നും ഇല്ല, അങ്ങനെ പരിപാടി ഒന്നുമില്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും. മനസ്സിലായോ? നീ ആ സിയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഇതാണ് സംഭവം. അടുത്തത് ഇനി ഈ സ്ട്രിങ്ങിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ ആണല്ലോ? ആ പ്രോപ്പർട്ടിയാണ് എന്ത്? അതിന്റെ ലെങ്ത്. ഓക്കെ ആണല്ലോ? പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയുന്നത് ഇപ്പൊ ഒരു ചെയറിന്റെ കളർ ഉണ്ട്, അതൊരു പ്രോപ്പർട്ടിയാണ് ഇല്ലേ? ഇപ്പൊ ഒന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എന്താ നമ്മുടെ സ്ട്രിങ്സിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതാണ് അതിന്റെ ലെങ്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഓക്കെ ആണല്ലോ? നമുക്ക് എക്സാമ്പിൾ കാണാം. ഓക്കെ, ഞാൻ ഇവിടെ ഉണ്ട്. എന്ത് ചെയ്യുന്നു? ഈ സിംഗിൾ ലെങ്ത് എത്ര ഉണ്ട് നോക്കിയേ. 11 10 സ്പേസ് കൂട്ടും. സ്പേസ് ഒരു ക്യാരക്ടറാണ്. അപ്പൊ എന്തായി? 11 ഇല്ലേ? അപ്പൊ ഇതാണ്, അതായത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത്. 2 സ്പേസ് ഉണ്ടെങ്കിൽ 2 കൂട്ടും, 10 സ്പേസ് ഉണ്ടെങ്കിൽ 10 കൂട്ടും. ഓക്കെ ആണല്ലോ? നമുക്ക് ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സ്ട്രിങ്ങിന്റെ പേര് ഡോട്ട് ലെങ്ത് എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ട്രിങ്ങിന്റെ ലെങ്ത് കിട്ടും. അപ്പം സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പം ഒരു MD സ്ട്രിങ്ങിന്റെ ലെങ്ത് എത്രയാ? MD സ്ട്രിങ്ങിന്റെ ലെങ്ത് 0. ലെങ്ത് ഇല്ല, 0 ആണ് അതിന്റെ ലെങ്ത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ വന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഈ എന്താ അൺഡിഫൈൻഡ് ഒരു നമ്പർ ഒക്കെ അൺഡിഫൈൻഡ് ആണെങ്കിൽ ഫോൾസ് വാല്യൂ ആയിട്ട് എടുക്കും എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിന്റെ കേസിലാണെങ്കിൽ MD സ്ട്രിങ് ആണ് ഫോൾസ് വാല്യൂ. ഓക്കെ ആണല്ലോ? MD സ്ട്രിങ് ഫോൾസ് ആണ്. ബാക്കി ഒരു ലെങ്തെങ്കിലും ഉള്ള സ്ട്രിങ് ആണെങ്കിൽ അത് ഒരു സ്പേസെങ്കിലും വന്നാൽ അതുപോലെ ലെങ്ത് ഉണ്ട്, അത് എന്താ ട്രൂ വാല്യൂ ആണ്. മനസ്സിലായോ? ഓക്കെ, നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 കിട്ടി. അപ്പം str ലെങ്ത് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ ലെങ്ത് കണ്ടുപിടിക്കാം. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്ട്രിങ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്ട്രിങ്ങിനകത്തുള്ള ഇപ്പൊ സ്ട്രിങ്ങിൽ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഈ സ്ട്രിങ് കേസ് സെൻസിറ്റീവ് ആണ്. അത് ഈ ഹലോ വേൾഡിന്റെ H സ്മോൾ ആണെങ്കിൽ രണ്ട് സെയിം അല്ല. അപ്പൊ നമുക്കൊരു സ്ട്രിങ് ചെക്ക് ചെയ്യണം. എന്താ ഇപ്പം നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാണ്. str equal to str1. എന്തായിരിക്കും ഔട്ട്പുട്ട്? കാര്യം എന്താ? കേസ് സെൻസിറ്റീവ് ആണ്.
ഏതെങ്കിലും ഒരു ക്യാരക്ടറെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്താ ക്യാപിറ്റൽ കേസോ സ്മോൾ കേസോ ആണെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്യും, അൺഈക്വലായി പോകും. ഓക്കെ ആണല്ലോ. ഇനി വേറെ കാര്യം പറയാം. നിങ്ങൾ ഓക്കെ ആണല്ലോ? കൺസോൾ ടോട്ടൽ ഓവർ ടു ഈക്വൽ ടു എന്തായിരിക്കും ഔട്ട്പുട്ട്? ട്രൂ ആണോ ഫോൾസ് ആണോ? കാര്യം എന്താ ട്രൂ? ഇവിടെ നോക്കാം. ഇവിടെ കൺവേർഷൻ ഇല്ല, പക്ഷെ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ട്രൂ ആണ് കിട്ടിയത്. എന്റെ കാര്യം വെച്ചാൽ നമ്മളിപ്പം ഈ ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്താൽ വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. രണ്ടിലുള്ള വാല്യൂ 2 ആണ്, ടൈപ്പ് ചെക്ക് ചെയ്യില്ല. ഒന്ന് സ്ട്രിംഗ് ഒന്ന് നമ്പർ ഉണ്ട്, പക്ഷെ രണ്ടിലുള്ള വാല്യൂ സെയിം ആണ്, 2 തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ വാല്യൂ ചെക്ക് ചെയ്യും, പക്ഷെ ടൈപ്പ് ചെക്ക് ചെയ്യില്ല. ഓക്കെ ആണല്ലോ. ഡബിൾ ഈക്വൽ ടു ഇട്ട ടൈപ്പ് ചെക്ക് ചെയ്യില്ല, വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ആണ് രണ്ടും. നീ ഇപ്പം ബൈനറി എടുത്ത് നോക്കുവാണെങ്കിൽ അതെ, ബൈനറി എടുത്ത് നോക്കുവാണെങ്കിൽ അതെ, നീ അത് പറഞ്ഞ കറക്റ്റാ. അത് നീ ഇപ്പൊ പറയുന്നത് അതിന്റെ ഇന്റേണൽ കാര്യങ്ങളല്ലേ. അതായത് ബൈനറി വാല്യൂസ് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 2 വേറെ ആണ്, ഇത് വേറെ ആണ്. ഓക്കെ, പക്ഷെ നമ്മളത് പറയുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അതായത് ഇവിടെ നമ്മൾ വാല്യൂ മാത്രമേ നോക്കുള്ളൂ, രണ്ടും 2. അതെ ഇപ്പൊ എടുത്തു. പക്ഷെ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ചെക്ക് ചെയ്യില്ല, വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ട്രിപ്പിൾ ഈക്വൽ ടു ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? സ്ട്രിക്ട്ലി ഈക്വൽ ടു, സ്ട്രിക്ട്ലി നോട്ട് ഈക്വൽ ടു. അത് പറഞ്ഞില്ല, അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞു. അതിന്റെ വെച്ചാല് നമ്മൾ ട്രിപ്പിൾ ഈക്വൽ ടു ഇടുവാണെങ്കിൽ ടൈപ്പും ചെക്ക് ചെയ്യും, വാല്യൂ ചെക്ക് ചെയ്യും. ഇവിടെ ഈ കേസ് എന്തായാലും കിട്ടുക ഫോൾസ്. മനസ്സിലായോ? അതായത് ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യില്ല, ടൈപ്പ് ചെക്ക് ചെയ്യില്ല. കൊടുക്കൂല. പക്ഷെ ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ചെക്ക് ചെയ്യും, കൺവേർട്ട് ചെയ്യില്ല. മനസ്സിലായത്? നമ്മളിങ്ങനെ മനസ്സിലാക്കി. അതായത് ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യും, ടൈപ്പ് മാത്രമേ വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. ട്രിപ്പിൾ ഈക്വൽ ടു ആണെങ്കിൽ ടൈപ്പും വാല്യൂ ചെക്ക് ചെയ്യും. അപ്പൊ ഈ കേസിൽ ടൈപ്പും വാല്യൂ ചെക്ക് ചെയ്യും. ഇപ്പൊ ടൈപ്പ് വേറെയാണ്, അപ്പൊ എന്ത് ചെയ്യും, നോട്ട് ഈക്വൽ ആവും. ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യും, വാല്യൂ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ. അപ്പം എന്ത് കിട്ടും നമുക്ക്? ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ ട്രൂവും, ട്രിപ്പിൾ ഈക്വൽ ടു ആണെങ്കിൽ ഫോൾസും. മനസ്സിലായോ? ട്രൈ നോക്കിയത് എന്ത് കണ്ടുപിടിച്ച് നോക്കാം.
ചെയ്തോ? സ്റ്റോപ്പ് ചെയ്യാം. ഇന്നെന്തൊരു അടിപൊളി ചെയ്യോ? എന്ത് പറ്റി? എവിടെ കൃഷ്ണമണി? കൃഷ്ണമണിക്കകത്തോ? ഉണ്ടോ? കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, നെറ്റ് കേൾക്കുന്നുണ്ടോ? ഇല്ലറോ? ഫലത്തെ കണ്ടിനാ? അതിന് എന്ത് വേണമെന്ന് പറയണ്ട. ഹോസ്പിറ്റലിൽ കാണിച്ചായിരുന്നോ? അത് ഞാൻ അവിടെ കളമശ്ശേരി വല്ലതും കാണിക്കാന്ന് വെച്ചിരിക്കുവായിരുന്നു. പിന്നെ വിചാരിച്ച് 2 ദിവസം അവധിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കാൻ വേണ്ടി വന്നതാ. അവര് ഡോക്ടർ പറഞ്ഞെന്ന് പറയുമ്പം എന്തെങ്കിലും വൈറസിന്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ആണ്. അത് നേരത്തെ ഇപ്പോഴെങ്കിലും ഒരാഴ്ചയായിട്ട് ഉണ്ടായിരുന്നു. എന്ത് നേരത്തെ കാണിക്കാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അവിടെ ആയിരുന്നു, പിന്നെ ക്ലാസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പം കാണിച്ചില്ലെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുവാണെങ്കിൽ കാഴ്ചയ്ക്ക് അങ്ങനെ തന്നെ വരും എന്ന് പറഞ്ഞു. അഫക്റ്റീവ് എന്ന് പറഞ്ഞു. എന്നിട്ടോ മരുന്നാണോ? ഇപ്പം 2 ഐ ഡ്രോപ്സ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു ജെല്ലും തന്നിട്ടുണ്ട്. ജെല്ലെന്തോ കണ്ണ് വാഷ് ചെയ്യാൻ വേണ്ടിയാണോ? അറിയില്ല, ജെല്ല് പോലത്തെ ഒരു സാധനം. അത് 2 നേരം കണ്ണിൽ അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. കുഴപ്പമില്ല. എത്ര കൊണ്ട് മാറുന്നു പറഞ്ഞ്? എന്തുവാ? എത്ര നാളുകൊണ്ട് മാറും പറഞ്ഞ്? അതറിയില്ല, ഇപ്പോഴും ഉണ്ട്. ഞാൻ ശനിയാഴ്ചയാണ് കാണിച്ചത്. ഇപ്പോഴും ചെറിയൊരു ബ്ലറുണ്ട്. ബ്ലർ മീൻസ് അങ്ങനല്ല, വായിക്കാനൊക്കെ പറ്റും. ചെറിയൊരു മിന്നായം പോലെ ഒരു ഇത്, ഒരു ബ്ലർ തന്നെ. കൃഷ്ണമണിയിലാണോടാ? കുഴപ്പമില്ല, മാറുമായിരിക്കും. മാറിയില്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ബ്ലർ തോന്നുന്നു പറഞ്ഞു ഇപ്പോഴും. ഞാൻ വിചാരിച്ചു സ്ക്രീൻ വല്ല യൂസ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. അതാ ഡ്രോപ്പ് ഒക്കെ കഴിക്കും, മാറിയിരിക്കും, കുറയായിരിക്കും. ഞാൻ ഒരു കണ്ണാടി കൂടെ മേടിച്ചിരിക്കുക, മറ്റേ UV ഗ്ലാസ്. അത് മേടിക്കും, നല്ല. അതിപ്പം ഇത്ര നാൾ ഉപയോഗിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു ഫുൾ ടൈം സ്ക്രീനിന്റെ മുമ്പിൽ വന്നപ്പോ അങ്ങനെ ഒരു എഫക്ട് വരാൻ ചാൻസ് ഉണ്ട്. ശരിയടാ, നാളെ കാണാം. നാളെ വരത്തില്ലേ? ഇല്ല, നാളെ ഇല്ല. ഞാൻ തിങ്കളാഴ്ച. നീ ഇപ്പൊ വീട്ടിലാണോ? വീട്ടിലാ. ശരി ശരി. നീ അടുത്ത ആഴ്ച ഉള്ളോ? അല്ല, ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച അങ്ങോട്ട് വരാം. ബുധനാഴ്ച ക്ലാസ് ഉണ്ടോ? ബുധനാഴ്ച അവധിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ച. ഓക്കെ ഓക്കെ, ശരി.